വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് HTML ഫോമിലെ ഇൻപുട്ട് ടൈപ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ടൈപ്സ് ഒക്കെ നോക്കിയിരുന്നു. അതായത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഇമെയിൽ, ടെൽ, ഇൻപുട്ട് ടൈപ്പ് റേഡിയോ, ചെക്ക് ബോക്സ്, അങ്ങനെ കുറച്ച് ഇൻപുട്ട് ടൈപ്സ് നമ്മൾ നോക്കി. കൂടുതലായിട്ട് ഇനി വേറെ ഏതൊക്കെ ഇൻപുട്ട് ടൈപ്സ് ഉണ്ട്, അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കോഡിൽ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇൻപുട്ട് :T എന്ന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഓട്ടോ കംപ്ലീഷൻ ടാബ് കീ പ്രസ് ചെയ്യാണ്. ആ സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ VS കോഡ് ആ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു HTML ഇൻപുട്ട് എലമെന്റിനും ലാസ്റ്റ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെൽഫ് ക്ലോസിംഗ് സ്ലാഷ് വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഇൻപുട്ട് ടൈപ്പിന് ഉണ്ടാവുന്ന ഒരു ഇൻപുട്ട് എലമെന്റിന് ഉണ്ടാവുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ടിന് ഉണ്ടാവുന്ന മെയിൻ ആട്രിബ്യൂട്ട് ടൈപ്പാണ്. അതായത് ടൈപ്പ് ടെക്സ്റ്റ് ആണോ, ഇമെയിൽ ആണോ, ടെല്ലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത് നമുക്ക് നോക്കാം, കൊടുക്കണം. പിന്നെ നമുക്ക് കൊടുക്കേണ്ട നെയിമാണ്. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസ് റീഡ് ചെയ്യുന്നത് നെയിം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണോ നിങ്ങളുടെ ഡാറ്റ അതിനുള്ള പ്രോപ്പർ നെയിം ആയിരിക്കണം നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. സപ്പോസ് ഇത് നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നെയിം എന്നും കൊടുക്കാം. സ്റ്റുഡൻറ്റ് നെയിം ഞാനിവിടെ ജസ്റ്റ് സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിമിൽ നമ്മൾ ക്യാമൽ കേസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ നെയിം പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത്, അതായത് അണ്ടർസ്കോർ ഇട്ടിട്ടുള്ള കേസ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. IDs ക്ലാസ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹൈഫൺ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു ID കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് -നെയിം കൊടുക്കും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. ഒരു ഇൻപുട്ട് ടൈപ്പിനുള്ള മെയിൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നേരത്തെ നോക്കിയതുപോലെ നിങ്ങൾക്കൊരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് അതിൽ വാല്യൂ എന്താണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. സാമ്പിൾ നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂ എനിക്കവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് ക്ലിയർ ചെയ്ത് ടൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാൻ എൻ്റെ ഫോം ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് ഡീഫോൾട്ട് വാല്യൂ എന്താണ് നമ്മൾ കൊടുത്ത് അതിലേക്ക് മാറും. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് റീഡ് ഓൺലി. റീഡ് ഓൺലി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേങ്കിൽ അത് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിംഗ് അവിടെ ആവില്ല, ടൈപ്പ് ആവില്ല. അപ്പോൾ റീഡ് ഓൺലിക്ക് ബൈ ഡീഫോൾട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാത്ത ഇൻപുട്ട് ഗ്രേ കളർ ഉണ്ടാവും. അത് ഡിസേബിൾഡ് ആണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ ഉണ്ടാവും. അത് നമ്മൾക്ക് കസ്റ്റം ഇൻപുട്ട് എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റൈൽസ് വന്നിട്ടില്ല. അത് നമുക്ക് CSS എഴുതി അതേപോലെ ആക്കേണ്ടതുണ്ട്. അതാണ് ബെസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് വെച്ച് സെലക്ട് ചെയ്യണം. റീഡ് ഓൺലി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ള ഇൻപുട്ട് എലമെൻറ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം എന്നുള്ള പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒക്കെ ആട്രിബ്യൂട്ട് വെച്ച് സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് എലമെൻറ്റ്, നമ്മൾ ഏത് ഇൻപുട്ട് എലമെൻ്റ് ആയാലും അതിന് റീഡ് ഓൺലി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേ കളർ കൊടുക്കാം. ഒരു ഗ്രേ കളറിൻ്റെ കോഡാണ് കൊടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ 2 റീഡ് ഓൺലി ഫീൽഡുകളുണ്ട്. ആ 2 റീഡ് ഓൺലി ഫീൽഡിനും ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് യൂസേഴ്സിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഹാൻഡിന് അവർ മൗസ് കൊണ്ടുവന്ന സമയത്ത് നമ്മളുടെ ഹാൻഡോ അല്ലെങ്കിൽ നമ്മളുടെ കഴ്സറോ കാണിക്കുന്നതിന് പകരം നമുക്കവിടെ ഒരു നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് CSSൽ കഴ്സർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. കഴ്സർ പോയിൻ്റർ അല്ല, കഴ്സർ പോയിൻ്ററിന് പകരം കഴ്സർ നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കാം. നോട്ട് -അലൗഡ് ഇത് കൊടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൗസ് ആ ഫീൽഡിൻ്റെ അതിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഡിസേബിൾഡ് ആണ് എന്നുള്ള ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീഡ് ഓൺലി പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആട്രിബ്യൂട്ടാണ് ഡിസേബിൾഡ്. ഡിസേബിൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ഫീൽഡിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഡിസേബിൾഡിന് ബൈ ഡീഫോൾട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പോലെ തന്നെ റീഡ് ഓൺലി പോലെ തന്നെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും നമ്മളിത് യൂസ് ചെയ്യുന്നത് ബട്ടൺസിനൊക്കെയാണ്, ഇൻപുട്ട് ഫീൽഡിനല്ല. ബട്ടൺസിന് നമ്മൾ ഏതെങ്കിലും ഡാറ്റ ഫില്ല് ചെയ്താൽ മാത്രമേ ബട്ടൺ എനേബിൾ ചെയ്യൂ എന്നുള്ള കണ്ടീഷനിലൊക്കെ ബൈ ഡീഫോൾട്ട് നമ്മൾ ഡിസേബിൾ ചെയ്തിടും. അതിനുശേഷം ഫീൽഡുകൾ ഡാറ്റ ഫില്ല് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബട്ടൺ എനേബിൾ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഡിസേബിൾഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള ഇൻപുട്ട് ടൈപ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നോക്കി നമ്മൾ
അതേപോലെ ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് ഇൻപുട്ട് ടൈപ്പ് ടെൽ, ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൽ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോമിൽ ഇമെയിൽ അല്ല നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യും. ഞാനിവിടെ നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഇമെയിൽ ആക്കുകയാണ്. ഞാൻ സ്റ്റുഡൻറ്റ് നെയിം എന്നെ ജസ്റ്റ് കീപ്പ് ചെയ്യാണ്, മാറ്റുന്നൊന്നുമില്ല. അതിനുശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ തന്നെ ഒരു ഇൻപുട്ട് ഫീൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വാലിഡേറ്റ് ചെയ്യും. ബൈ ഡീഫോൾട്ട് ആ ഫോം വാലിഡേറ്റ് ചെയ്യും ബ്രൗസർ പറയും ഇത് ഇമെയിൽ അല്ല, അതുകൊണ്ട് ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പ്ലീസ് ഇൻക്ലൂഡ് ആൻ @ ഇൻ ദ ഇമെയിൽ അഡ്രസ്. ഇനി നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ടെല്ലാക്കി മാറ്റി നോക്കാം. ടെല്ലാക്കുന്ന സമയത്ത് ബ്രൗസർ അതൊരു ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡാക്കി കൺസിഡർ ചെയ്യും. ഇവിടെ വാലിഡേഷൻ ഒന്നും ബൈ ഡീഫോൾട്ട് വരില്ല, ഇമെയിൽ പോലെ വാലിഡേഷൻ വരില്ല. ബട്ട് നിങ്ങൾക്കതൊരു കോൺഫിഗർ ചെയ്ത് വെക്കാം. നിങ്ങൾക്കൊരു പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഇവിടെ കോൺഫിഗർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ടെലിഫോണിക് നമ്പർ വേണ്ടത് ആദ്യം 3 നമ്പേഴ്സ്, പിന്നെ ഹൈഫൺ, പിന്നെ വീണ്ടും 3 നമ്പേഴ്സ്, ഹൈഫൺ, പിന്നെ 4 നമ്പേഴ്സ്. ഈ ഫോർമാറ്റിലാണ് വേണ്ടതെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ഹോൾഡർ ഇടുക. അതായത് ഇങ്ങനെ ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. യൂസേഴ്സിന് ആദ്യം തന്നെ മനസ്സിലാവണം. അതിനുശേഷം വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പാറ്റേൺ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റും. അതായത് പാറ്റേണിൽ എനിക്കിവിടെ റെഗുലർ എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ചെക്ക് ചെയ്യുന്ന ഒരു സിൻറ്റാക്സ് ആണ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പം ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ എൻ്റെ ഡാറ്റ ഇവിടെ അലോഡ് ആയിട്ടുള്ള ഡാറ്റ ഏതൊക്കെയാണെന്നുള്ളത് കൊടുക്കും. അതായത് 0 to 9, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് അലോഡ്. അതും എത്ര ഡിജിറ്റ്സ് ആണെന്നുള്ളത് നമ്മളവിടെ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കേളി ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലെറ്റേഴ്സ് കൊടുക്കുന്നു, അതായത് ഡിജിറ്റ്സ് കൊടുക്കുന്നു. എത്ര ഡിജിറ്റാണ് അലോഡ് ആയത്. പിന്നെ ഹൈഫൺ ആണ് വേണ്ടത്. വീണ്ടും ഇതേപോലെ തന്നെ 0 to 9 അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും നമ്പേഴ്സ്. പിന്നെ അത് എത്രയാണ് വേണ്ടത്, നമുക്ക് 3 ഡിജിറ്റ്സ് ആണ് അവിടെയും വേണ്ടത്. വീണ്ടും ഇതേപോലെ തന്നെ ഹൈഫൺ ഇട്ടിട്ട് 0 to 9. പിന്നെ അവിടെ ലെങ്ത്ത് വേണ്ടത് 4 ആണ്. ഇങ്ങനെ പാറ്റേൺസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഡാറ്റ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്ലേസ് ഹോൾഡർ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു വാലിഡേഷൻ തരുന്നുണ്ട്. പ്ലീസ് മാച്ച് ദ ഫോർമാറ്റ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞൊരു വാലിഡേഷൻ എറർ തരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് വാലിഡേഷൻ എറർ ഒന്നും വരുന്നില്ല, ഫോം സബ്മിറ്റ് ആവും. ഇതേപോലെ തന്നെ ഏതൊരു ഇൻപുട്ട് ഫീൽഡിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ടാണ് റിക്വയർഡ്. അതായത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡിന് റിക്വയർഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ബ്രൗസർ അത് വാലിഡേറ്റ് ചെയ്യും. ഞാൻ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാലിഡേഷൻ എറർ വരും. അതായത് നമ്മൾ ഫസ്റ്റ് നെയിമിന് സ്റ്റാർ ഇട്ടല്ലോ ഇവിടെ, അപ്പോൾ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിന് നമ്മൾ അവിടെ റിക്വയർഡ് ഫീൽഡ് ഉണ്ട്. മൊബൈൽ നമ്പർ, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഏതിനൊക്കെയാണ് സ്റ്റാർ ഇട്ട് നമ്മൾ മാൻഡേറ്ററി ആണെന്ന് യൂസേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും റിക്വയർഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇട്ടിരിക്കണം. ഇനി അടുത്ത് അതേപോലെ തന്നെ നമ്മളെ ബ്രൗസർ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡാറ്റ ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നേരത്തെ എൻ്റർ ചെയ്ത വാല്യൂ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ കാണിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. ഓട്ടോ ഫിൽ ഇതേപോലെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓട്ടോ കംപ്ലീറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോമാറ്റിക് ഡാറ്റ ഫില്ല് ചെയ്യുന്നത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ഓട്ടോ കംപ്ലീറ്റ്. അവിടെ ഓട്ടോ കംപ്ലീറ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോ കംപ്ലീഷൻ വരില്ല. ഒന്നുകൂടെ ക്ലിയർ ചെയ്തു. ഞാൻ 9 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എനിക്കവിടെ ആ ഒരു ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല. ഇനി ഓട്ടോ കംപ്ലീഷൻ വരേണ്ടത് സ്പെസിഫിക് ഫോർമാറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഏത് ഡാറ്റയാണ് നിങ്ങൾക്ക് ഓട്ടോ ഫില്ല് വരേണ്ടത് എന്നുള്ളത്, ഏത് ഫോർമാറ്റാണ്, ഏത് ഡാറ്റയാണ് നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ളത് അവിടെ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഏത് ഫീൽഡ് എൻ്റർ ചെയ്യുന്ന, ഇമെയിൽ ഇതിൻ്റെ മുമ്പ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമെയിലാണ് വരേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നോക്കി, ഇമെയിൽ നോക്കി, ഇൻപുട്ട് ടൈപ്പ് ടെൽ നോക്കി, റേഡിയോ ചെക്ക് ബോക്സ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, റേഡിയോ ചെയ്തതാണ്. അതേപോലെ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സും ചെയ്തു. ഇൻപുട്ട് ടൈപ്പ് റേഡിയോക്കും ചെക്ക് ബോക്സിനും ചെക്ക്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് അത് സെലക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മളെ ഫോമിൽ റേഡിയോയും ചെക്ക് ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. ഇവിടെ അഡീഷണൽ സബ്ജക്റ്റിൻ്റെ സൈബർ സെക്യൂരിറ്റിക്ക് ഞാനിവിടെ ചെക്ക്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബൈ ഡീഫോൾട്ട് അത് ചെക്ക്ഡ് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്.
സബ്മിറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നത് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ്. അതൊരു ബട്ടൻ്റെ രൂപത്തിലാണ് അപ്പിയർ ചെയ്യുക. അത് ഇൻപുട്ടിനും നിങ്ങൾക്ക് ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺ എന്ന് പറയുന്ന HTML എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിനും ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് നമ്മൾ കണ്ടു. ഇത് നിങ്ങൾക്ക് ബട്ടണിനും കൂടെ യൂസ് ചെയ്യാം. അതായത് ഞാനിവിടെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുത്തിട്ട് ഞാൻ വാല്യൂ എന്താണോ ആ ബട്ടൻ്റെ ടെക്സ്റ്റ് അപ്പിയർ ചെയ്യേണ്ടത് ആ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സബ്മിറ്റ് ബട്ടൺ അവിടെ വന്നു. ഇനി അതേപോലെ തന്നെ ഇൻപുട്ടിന് പകരം ബട്ടൺ യൂസ് ചെയ്യാം. ബട്ടൺ യൂസ് ചെയ്യുന്ന സമയത്ത് ബട്ടണിന് വാല്യൂ അല്ല കൊടുക്കേണ്ടത്, ബട്ടൻ്റെ എലമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് സെൽഫ് ക്ലോസിങ് ടാഗ് അല്ല, ആ ടാഗ് മാനുവലി നമ്മൾ ക്ലോസ് ചെയ്യണം. സബ്മിറ്റ്, ഇതും ഒരു സബ്മിറ്റ് ബട്ടൺ ആയിരിക്കും. അതിന് നമ്മൾ കസ്റ്റം സ്റ്റൈലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ഫോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം സബ്മിറ്റ് ആവും. അതുകൊണ്ടാണ് വാലിഡേഷൻ എറേഴ്സൊക്കെ ട്രിഗർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇൻപുട്ട് ടൈപ്പാണ് കളർ. ഇങ്ങനെയുള്ള ചില എലമെൻറ്റ്സ് ചില ബ്രൗസേഴ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മെയിൻലി ക്രോമാണ് ഈ എലമെൻറ്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ടൈപ്പ് കളർ കൊടുക്കാം. നെയിമും ഐഡിയൊന്നും ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു കളർ പിക്കറാണ് അവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്ന് കളർ പിക്ക് ചെയ്യാൻ പറ്റും. ആ പിക്ക് ചെയ്യുന്ന കളറാണ് അവിടെ അതിൻ്റെ വാല്യൂ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കളർ നോക്കി. ഇതേപോലെ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് URL കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു വെബ്സൈറ്റിൻ്റെ URL ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡ് ആണെങ്കിൽ അത് വാലിഡേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് URL എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് URL കൊടുത്തു. ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് എൻ്റർ എ URL എന്ന് പറയുന്ന എറർ മെസ്സേജ് അവിടെ കാണിക്കും. കാരണം ഞാനൊരു പ്രോപ്പർ URL അല്ല കൊടുത്തത്. http google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എറർ മെസ്സേജ് വരില്ല. ഇതേപോലെ തന്നെ ഡേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ട് ടൈപ്സ് കൊടുക്കാം. അതായത് ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം, ഡേറ്റ് ടൈം ലോക്കൽ, അതേപോലെ മന്ത്, വീക്ക്, ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ആദ്യം ഡേറ്റ് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ് ആവുന്ന സമയത്ത് ക്രോമിലൊക്കെ ഒരു ഡേറ്റ് പിക്കർ അപ്പിയർ ചെയ്യും. അതായത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് പിക്കർ വരും. അവിടെ പ്ലേസ് ഹോൾഡർ നിങ്ങൾക്ക് DDMMYY ആ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡേറ്റ് പിക്ക് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും അതിൻ്റെ വാല്യൂ അപ്പിയർ ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇൻപുട്ട് ടൈപ്പ് ഡേറ്റിന് പകരം ടൈം കൊടുക്കാൻ പറ്റും. ഇൻപുട്ട് ടൈപ്പ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ടൈം പിക്കർ ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ടൈപ്പ് വീക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീക്കും ഇയറും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഞാനൊരു വീക്ക് 12 യൂസ് ചെയ്ത് 2023. ഇനി നമുക്ക് അതേപോലെ തന്നെ മന്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് മന്ത്. അപ്പോൾ അവിടെ ഒരു മന്ത് പിക്കർ, മന്ത് ആൻഡ് ഇയർ പിക്കർ വരുന്നുണ്ട്. ഇനി ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട വേറൊരു ഓപ്ഷനാണ് ഡേറ്റ് ടൈം ലോക്കൽ. ഡേറ്റ് ടൈം ലോക്കൽ കൊടുക്കുന്ന സമയത്ത് ഡേറ്റും ടൈമും രണ്ടും കൂടെ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡേറ്റ് ടൈം ലോക്കൽ. ഇതേപോലെ നമുക്ക് ഇൻപുട്ട് ടൈപ്പിൽ ബട്ടൺ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാൻ പറ്റും. ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്, റീസെറ്റ്, അതേപോലെ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ കൂടെ കൊടുക്കാൻ പറ്റും. അതിന് വാല്യൂ കൂടെ കൊടുക്കണം. അപ്പോൾ അതൊരു ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആയിരിക്കും. ഇനി നമ്മൾ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യുന്ന ഫീൽഡാണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീൽഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ അവിടെ കാണാൻ പറ്റില്ല. സ്റ്റാർ ആക്കി കൺവേർഷൻ ആവും. ഒരു ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ എന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്പെക്ട് എലമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ എലമെൻറ്റിൻ്റെ ടൈപ്പ് മാനുവലി ഇവിടെ മാറ്റിയിട്ട് ടെക്സ്റ്റ് ആക്കി നോക്കാം. അങ്ങനെ ആക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തത് അത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ ആണെങ്കിൽ ആ ഇൻപുട്ട് ഫീൽഡ് നിങ്ങൾക്ക് കാണില്ല. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഹിഡൻ ആയിട്ട് ഇൻപുട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ നമുക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കേണ്ടി വരും. മുൻപത്തെ ഫോമിൽ നിന്ന് കിട്ടിയ വാല്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ ആക്കി വെക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഇങ്ങനെ ഹിഡൻ ഫീൽഡിൽ ഇട്ട് വെക്കാൻ പാടില്ല. കാരണം ആർക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് എലമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫയലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഫീൽഡാണെങ്കിൽ
ഇൻപുട്ട് ടൈപ്പ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫയൽ പിക്കർ ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അങ്ങനെ ഫയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫയലിൻ്റെ പേര് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഇൻപുട്ട് ടൈപ്പ് നമ്പർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ടൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് ഏജ് അങ്ങനെയൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ടൈപ്പ് നമ്പർ കൊടുക്കാം. ചില ബ്രൗസേഴ്സിലൊക്കെ അത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു നമ്പർ അപ്പോ ഡൗൺ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരും. ഈ നമ്പറിനും ഡേറ്റ് പിക്കറിനൊക്കെ നിങ്ങൾക്ക് മിൻ ആൻഡ് മാക്സ് വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിനിമം ഏതാണ് യൂസേഴ്സിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മിൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ 0 എന്ന് പറഞ്ഞു കൊടുത്താൽ മിനിമം 0 ആണ് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് ആണെന്ന് വിചാരിക്കുക, 18+ ആണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 എന്ന് കൊടുക്കാം. മാക്സ് എത്ര എന്നുള്ളത് മാക്സിമം 30 ആണെങ്കിൽ മാക്സിമം 30 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ സ്റ്റെപ്പ്, അതായത് ഒരു ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റെപ്പാണ് മാറേണ്ടത്, എത്രയാണ് പ്ലസ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കാം. നമുക്ക് മാക്സ് മാത്രം ഇട്ടിട്ട് നോക്കാം. ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വാല്യൂ 18 ആണ്. 18, 19 അങ്ങനെ 30 വരെ പോകും. നമ്മൾ മൈനസ് ആക്കി കഴിഞ്ഞാൽ 18ൻ്റെ താഴേക്ക് അത് പോവില്ല. ഇനി ഇവിടെ ഞാൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. സ്റ്റെപ്പിൽ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റെപ്പാണ് അപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ ഡീഫോൾട്ട് 1 ആയിരിക്കും. അത് ഞാനിപ്പോൾ 2 ആക്കി. ഫസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ 18 വന്നു, വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ അത് 20 ആയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ആണ് ഡിഫറൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതേപോലെ മിൻ ആൻഡ് മാക്സ് എന്ന് പറയുന്നത് ഡേറ്റ് പിക്കേഴ്സിന് ഏത് ഡേറ്റ് ആണ് അവർക്ക് മിനിമം വിൽക്കാൻ പറ്റിയത്, മാക്സിമം എത്ര എന്നുള്ളത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഇൻപുട്ട് ടൈപ്പ് റേഞ്ച്. ഇതിനും ഇതേപോലെ മിൻ ആൻഡ് മാക്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് അതൊരു റേഞ്ച് പിക്കർ ആയിരിക്കും. ഇന്നൊരു റേഞ്ച്, ഒരു ഡാറ്റയുടെ റേഞ്ച് നമ്മൾക്ക് ഇതേപോലെ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഇൻപുട്ട് ടൈപ്പ് സെർച്ച്. ഇൻപുട്ട് ടൈപ്പ് സെർച്ച് എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ ബ്രൗസേഴ്സിന് ഡീഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതൊരു സെർച്ച് ഫീൽഡ് ആണെന്നുള്ളത്. ഇതേപോലെ ഇൻപുട്ട് ടൈപ്പ് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇൻപുട്ട് ടൈപ്പ് ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ടൈപ്പ് നമ്മൾ സബ്മിറ്റ് ബട്ടണൊക്കെ കൊടുത്തല്ലോ, ഒരു ബട്ടൺ ഇമേജ് ആക്കി കൊടുക്കണം. ഒരു പിക്ക്, ഒരു ഇമേജ് ആവണം നിങ്ങൾ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഒരു പിക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ SRC ഏത് ഇമേജ് ആണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഉള്ള ഇമേജ് നമുക്ക് പ്രൊഫൈൽ ഇമേജ് ഉണ്ട് അല്ലേ, അപ്പോൾ പ്രൊഫൈൽ ഇമേജ് വലുതായിരിക്കും, എന്തായാലും കൊടുത്തു നോക്കാം. SRC എന്ന് പറയുന്നത് ഇമേജസ് / നമ്മുടെ എക്സാം ഐക്കൺ ഉണ്ടല്ലോ, ഐക്കൺ കൊടുക്കാം. അതിൻ്റെ നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിന് നമ്മൾ സ്റ്റൈലൊക്കെ കൊടുത്ത് വിഡ്ത്തൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിഡ്ത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഡീഫോൾട്ട് നല്ലൊരു അപ്പിയറൻസിൽ വരും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോം സബ്മിറ്റ് ആവും. അതായത് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് പോലെയാണ് അത് ബിഹേവ് ചെയ്യുക. പക്ഷേ ഇമേജ് ആയിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ ബോർഡറൊക്കെ വരുന്നത് നമ്മളെല്ലാ ഇൻപുട്ടിനും നമ്മൾ ബോർഡർ കൊടുത്തുകൊണ്ടാണ് വരുന്നത്. ആ ബോർഡർ നിങ്ങൾ ആ സ്റ്റൈൽ, കോമൺ സ്റ്റൈൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇമേജിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിലുള്ള ഒരു ഇമേജ് മാത്രമായിരിക്കും കാണാൻ പറ്റുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോം സബ്മിറ്റ് ചെയ്യും.